അടിയന്തരാവസ്ഥ എന്ന് മാഷ് പറഞ്ഞ സാഹചര്യം ഇന്ദിരാ സർക്കാർ പ്രഖ്യാപിച്ച അടിയന്തരാവസ്ഥ എന്നത് മാത്രമാണോ? അടിയന്തരാവസ്ഥയ്ക്ക് സമാനമായ സ്ഥിതിവിശേഷം ഈ രാജ്യത്തുണ്ട് എന്ന് മാഷ് പറഞ്ഞതിൻ്റെ ഭാഗം എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഒന്നുകൂടി വിശദീകരിക്കേണ്ടി വരും. സന്ദീപ് വാര്യർ പറഞ്ഞ കാര്യങ്ങൾക്കുള്ള മാഷിൻ്റെ മറുപടി. ഗോപികൃഷ്ണൻ, സന്ദീപ് വാര്യരുടെ ഓർമ്മയിലൊരു ചെറിയ പ്രശ്നമുണ്ട്. കെജ്രിവാളിനെ കണ്ടിട്ട് ഞാൻ ലേഖനം എഴുതിയപ്പോൾ അദ്ദേഹം മഹാത്മാഗാന്ധിയുടെ മാതിരി ഉണ്ട് എന്ന് ഞാൻ ഒരിക്കലും പറഞ്ഞിട്ടില്ല. മഹാത്മാഗാന്ധിയെപ്പറ്റി എനിക്ക് ചെറിയ ചില ധാരണകളുണ്ട്. ഞാൻ അന്ന് പറഞ്ഞതല്ല, മാതൃഭൂമി പത്രത്തിൽ എഴുതിയ ലേഖനത്തിലാണ് പറഞ്ഞത്. അത് അദ്ദേഹം ലാൽ ബഹദൂർ ശാസ്ത്രിയെ ഓർമ്മിപ്പിക്കുന്നതാണ് ഞാൻ പറഞ്ഞത്. ലാൽ ബഹദൂർ ശാസ്ത്രി, അല്ലാതെ മഹാത്മാഗാന്ധി എന്നല്ല. പിന്നെ അടിയന്തരാവസ്ഥയുടെ കാര്യം, അന്ന് സന്ദീപ് വാര്യർ പറഞ്ഞ കാര്യങ്ങളോടുള്ള എൻ്റെ ആദ്യത്തെ മറുപടി, ഞാൻ അന്നൊരു പത്രപ്രവർത്തകനായിരുന്നു, മാതൃഭൂമിയിൽ സബ് എഡിറ്ററായിരുന്നു. ആ കാര്യങ്ങൾ ഭാഗ്യവശാൽ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. അന്ന് അതൊരു പ്രഖ്യാപിത അടിയന്തരാവസ്ഥയായിരുന്നു. ഇന്ന് പല കാര്യം കൊണ്ട്, സ്വഭാവം കൊണ്ട് ഒരു അപ്രഖ്യാപിത അടിയന്തരാവസ്ഥ ഉണ്ട് എന്നാണ് ഞാൻ പറയുന്നത്. അതിലിപ്പോൾ അദ്ദേഹം ആദ്യം ഉന്നയിച്ച കാര്യം, നമ്മുടെ ജനാധിപത്യത്തെപ്പറ്റി അഭിപ്രായം പറയാൻ മറ്റ് രാഷ്ട്രങ്ങൾക്ക്, ജർമ്മനിക്കോ അമേരിക്കക്കോ ഐക്യരാഷ്ട്രസഭയ്ക്കോ അവകാശമുണ്ടോ? ആ അവകാശമില്ല എന്ന് പറഞ്ഞ് നമ്മൾ എല്ലാവരും ഒരുപോലെ നിന്ന് അതിനെ എതിർക്കേണ്ടതല്ലേ എന്നാണ് ചോദ്യം. അത് ദേശാഭിമാന പ്രശ്നമാണെന്നാണ് അദ്ദേഹം പറയുന്നത്. നിർഭാഗ്യവശാൽ ഞാൻ അതിനോട് യോജിക്കുന്നില്ല. ഇപ്പോൾ ഞാനൊരു ഉദാഹരണം പറയാം. നരേന്ദ്രമോദിയുടെ ഗുജറാത്തിലെ മുഖ്യമന്ത്രി ആയിരുന്ന സമയത്തുള്ള പെരുമാറ്റത്തെപ്പറ്റിയും അന്നത്തെ 2002 കലാപത്തെപ്പറ്റിയും ഒരു ഡോക്യുമെൻ്ററി വന്നു BBC-യുടെ. അന്ന് പറഞ്ഞത് ഇതാണ്. അപ്പോൾ നമ്മളൊക്കെ അഫ്ഗാനിസ്ഥാൻ്റെ കാര്യങ്ങളിലും പാകിസ്ഥാൻ്റെ കാര്യങ്ങളിലും ഇറാൻ്റെ കാര്യങ്ങളിലും ഒക്കെ അഭിപ്രായം പറയാറുണ്ട്. ഇപ്പോൾ എൻ്റെ കാര്യം ഞാൻ പറയാറുണ്ട്. ഇപ്പോൾ മഹിസ അമിനി എന്നുള്ള ഒരു പെൺകുട്ടിയെ ഹിജാബ് വേണ്ടത്ര ശുഷ്കാന്തിയോടെ ധരിച്ചില്ല എന്ന് പറഞ്ഞ് അറസ്റ്റ് ചെയ്തു. 22 വയസ്സുള്ള പെൺകുട്ടിയെ പോലീസ് തല്ലിക്കൊന്നു. അതിനെതിരായിട്ട് സംസാരിക്കേണ്ടി വരും. ഇതുപോലെ എനിക്ക് എപ്പോഴും ഓർമ്മയുള്ള ഒരു വരി NV കൃഷ്ണവാര്യരാണ്. എവിടെ മനുഷ്യന് ചങ്ങല അങ്ങൻ കൈകൾ നൊന്തിയിടുകയാണ്, എങ്ങോ മർദ്ദനം അവിടെ പ്രഹരം വീഴുന്നത് എൻ്റെ പുറത്താകുന്നു. ആഫ്രിക്ക എന്നുള്ള പ്രസിദ്ധമായ കവിതയിലെ NV കൃഷ്ണവാര്യരുടെ വരികളാണിത്. അപ്പോൾ നമ്മൾ അഫ്ഗാനിസ്ഥാനിൽ അല്ലെങ്കിൽ പാകിസ്ഥാനിൽ അല്ലെങ്കിൽ ഇറാനിൽ അല്ലെങ്കിൽ ഇറാഖിൽ, ഇപ്പോൾ ഉദാഹരണം പറയാണ്, ഇപ്പോൾ ഗാസയെ പറ്റി നമ്മൾ അഭിപ്രായം പറയുന്നില്ലേ, പറയണ്ടേ? അപ്പോൾ അത് ഗാസ കുന്നുകളിൽ എന്താണ് നടക്കുന്നത്, വെസ്റ്റ് ബാങ്കിൽ എന്താണ് നടക്കുന്നത്, ഇസ്രായേൽ ഗവൺമെൻറ് ചെയ്തത് തെറ്റാണോ ശരിയാണോ തുടങ്ങിയുള്ള കാര്യങ്ങൾ നമ്മൾ അഭിപ്രായം പറയുന്നുണ്ട്, നമ്മൾ ലേഖനം എഴുതുന്നുണ്ട്. ഇപ്പോൾ ഹാഗിയ സോഫിയ പള്ളി ഇവർ നേരത്തെ മ്യൂസിയം ആയിരുന്നത് ഉർദുഗാൻ്റെ ഗവൺമെൻറ് പള്ളിയാക്കി മാറ്റി. ആ പള്ളിയാക്കി മാറ്റിയതിനെ അനുകൂലിച്ചുകൊണ്ട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ ലേഖനം എഴുതിയപ്പോൾ അതിനിവിടെ പലരും എതിർത്തു. ഞാൻ എതിർത്ത ഒരാളാണ്. അപ്പോൾ ഹാഗിയ സോഫിയ അങ്ങനെ ചെയ്യാൻ പാടില്ല, അത് ഉർദുഗാൻ അന്ന് അവിടുത്തെ കോടതിയുടെ വിധിയുടെ ആനുകൂല്യമുണ്ടെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ സന്ദീപ് വാര്യർ ഇവിടെ പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യം ഇതൊക്കെ കോടതിയാണെന്നാണ്. നിർഭാഗ്യവശാൽ അനവധി കാര്യങ്ങളിൽ കോടതിയിലുള്ള വിശ്വാസം ഇന്ത്യയിൽ കുറഞ്ഞു വരികയാണ്. ഇപ്പോൾ ഏറ്റവും പുതിയ കാര്യം, മൗലവിയെ വെട്ടിക്കൊന്ന കേസിൽ ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഉണ്ടായതാണ്. എല്ലാവരെയും കോടതി വെറുതെ വിട്ടു, കോടതിയിലെ കേസ് തെളിഞ്ഞില്ല. ഒരു ചെറിയ ഉദാഹരണം പറയുകയാണ്. ഇതുപോലെ അനവധി കാര്യങ്ങൾ, ഇപ്പോൾ ബാബരി പള്ളി പൊളിച്ചതിനെ പറ്റിയുള്ള കേസിൽ എന്താണ് CBI കോടതി പറഞ്ഞത് നമുക്കറിയാം. അപ്പോൾ കോടതികൾ സ്വാധീനിക്കപ്പെടുന്നുണ്ട്. കോടതിയിൽ നിന്ന് റിട്ടയർ ചെയ്യുന്ന ജഡ്ജിമാർ വലിയ സ്ഥാനങ്ങളിൽ ഗവർണർമാരായിട്ടോ അംബാസഡർമാരായിട്ടോ BJPയുടെ MP-മാരായിട്ടോ അല്ലെങ്കിൽ അതിൻ്റെ സ്ഥാനാർത്ഥികളായിട്ടോ ഒക്കെ മാറുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഭരണഘടനാ സ്ഥാപനമായിട്ട് ഞാൻ കാണുന്നത് കോടതിയാണ്. അപ്പോൾ കോടതിയുടെ വിശ്വാസ്യത നഷ്ടപ്പെടുക എന്ന് പറഞ്ഞാൽ അതിനർത്ഥം അത് വേറെ ഒരു തരം അടിയന്തരാവസ്ഥയാണ് തന്നെയാണ്. പിന്നെ ഇതൊക്കെ ചെയ്തത് കോടതിയാണ്, ഇതൊക്കെ ചെയ്തത് പോലീസാണ്, ഇതൊക്കെ ചെയ്തത് ED ആണ്, ഇതൊക്കെ ചെയ്തത് CBI ആണ് എന്ന് തോളൊഴിയാൻ പറ്റും. അപ്പോൾ ഞാൻ ആവർത്തിക്കാൻ താല്പര്യപ്പെടുന്ന ഒരു കാര്യം, നേപ്പാളിലെ ഒരു കാര്യത്തിൽ അല്ലെങ്കിൽ
ശ്രീലങ്കയിലെ ഒരു കാര്യത്തിൽ നമുക്ക് ഇന്ത്യക്ക് അല്ലെങ്കിൽ ഇവിടുത്തെ രാഷ്ട്രീയക്കാർക്ക് അഭിപ്രായം പറയാൻ പാടില്ല എന്നുള്ള ഒരു നിലപാട് രാജ്യാഭിമാനത്തിൻ്റെ പേരിൽ ഉയർത്തിപ്പിടിക്കുന്നത് ജനാധിപത്യ വിരുദ്ധമായ അഭിപ്രായ സ്വാതന്ത്ര്യത്തെ ഹനിക്കുന്ന ഒരു ഏർപ്പാടാണ്. നമ്മൾ അഭിപ്രായം പറയണം. നമ്മളെപ്പറ്റി മറ്റുള്ളവരും പറയും. നമ്മളിപ്പോൾ ഡൊണാൾഡ് ട്രംപിനെ പറ്റി നമ്മൾ അഭിപ്രായം പറയുന്നില്ലേ? പറയണമല്ലോ. അല്ലെ പുട്ടിൻ്റെ യുക്രൈനിലെ നിലപാടിനെ പറ്റി നമ്മൾ അഭിപ്രായം പറയണം. ഉക്രൈനിലേക്ക് യുദ്ധത്തിന് പുറപ്പെട്ടത് പുട്ടിൻ്റെ തെറ്റാണ് എന്ന് നമ്മൾ പറയണം. ഇന്ത്യ ഗവൺമെൻറ് പറയണം. ഗാസയിൽ നടന്ന കൂട്ടക്കൊലയെ നമ്മൾ അപലപിക്കണം. അതിനാണ് ജനാധിപത്യം എന്ന് പറയാം. അത് അന്യൻ്റെ കാര്യം എന്നൊരു കാര്യമില്ല.